എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2025 ഏപ്രിൽ 10 മുതൽ വിവിധ അപേക്ഷകളുമായി ബന്ധപ്പെടുത്തി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് പോകേണ്ടതായിട്ട് വരുന്നില്ല. പ്രധാനമായിട്ടും ആദ്യമേ തന്നെ ഈ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി മുതൽ എല്ലാ തരത്തിലുള്ള അപേക്ഷകളും നമുക്ക് കെ സ്മാർട്ട് വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ഇതിനുവേണ്ടി നമുക്കൊരു സിറ്റിസൺ ലോഗിൻ നിർമ്മിക്കേണ്ടി വരും. പ്രധാനമായിട്ടും അത് നിർമ്മിക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2025 ഏപ്രിൽ മുതൽ എല്ലാ തദ്ദേശീയ സ്ഥാപനങ്ങളിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ കെ സ്മാർട്ട് നിലവിൽ വരികയാണ്. പൊതുജനങ്ങൾക്ക് എല്ലാത്തരം അപേക്ഷകളും പരാതികളും ഇനി മുതൽ അവരവരുടെ ലോഗിൻ മുഖേന മാത്രമേ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കെ സ്മാർട്ടിൽ സ്വന്തമായിട്ടൊരു ലോഗിൻ ID നിർമ്മിക്കേണ്ടി വരും. അത് നമുക്ക് നിർമ്മിക്കേണ്ടത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. ആധാർ നമ്പരും ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പരും ഉണ്ടെങ്കിൽ ആർക്കും സിറ്റിസൺ ലോഗിൻ നിർമ്മിക്കുവാൻ സാധിക്കുന്നതാണ്. ആദ്യമായി നമുക്കിതിന് ഇന്റർനെറ്റ് ഉള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇതുമല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ജനസേവന കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം എന്നിവിടങ്ങളിൽ സമീപിക്കാവുന്നതാണ്. ആദ്യമായി നമ്മൾ ഇതിനു വേണ്ടി https://ksmart.lsgkerala.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിക്കേണ്ടതാണ്. ശേഷം നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വരുന്ന സ്ക്രീനിൽ നമുക്ക് ആധാർ നമ്പർ നൽകേണ്ടതാണ്. ശേഷം നമുക്ക് OTP ജനറേറ്റ് ചെയ്യുക. നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരുന്ന OTP നമ്മൾ സബ്മിറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ വരുന്ന സ്ക്രീനിൽ നമുക്ക് ആധാറിലെ പേരും ഫോട്ടോയും വന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID എന്നിവ നൽകേണ്ടതാണ്. വീണ്ടും നമുക്ക് OTP വെരിഫൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് വെരിഫൈ ചെയ്ത് നൽകേണ്ടതാണ്. നമുക്ക് കെ സ്മാർട്ടിൽ ലോഗിൻ അപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാകും. ഹോം പേജിലേക്ക് പോയാൽ ന്യൂ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അപേക്ഷകളും അനുബന്ധ രേഖകളും പഞ്ചായത്തിലേക്കും നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലേക്കും നമുക്ക് അയക്കാവുന്നതാണ്. നമ്മളിത് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും ആധാർ അപ്ഡേറ്റ് ആയിരിക്കേണ്ടതാണ്. കൊടുക്കുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണം. അത് ഉത്തരവാദിത്തം പ്രധാനമായിട്ടും അപേക്ഷകനാണുള്ളത്. ഓഫീസിൽ നേരിട്ട് പോകേണ്ടതില്ല. അതോടൊപ്പം തന്നെ സേവനങ്ങൾ ഓൺലൈനിൽ അവരുടെ ലോഗിനിൽ മാത്രമേ ഇനി മുതൽ ലഭ്യമാവുകയുള്ളൂ. നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന മൊബൈൽ നമ്പറാണ് പ്രധാനമായിട്ടും ഇവിടെ യൂസർ ID ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു OTP അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡ് ആയിരിക്കും നമ്മൾ തുടർന്ന് പാസ്വേഡായിട്ട് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി മൊബൈൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. നിലവിൽ ഡേറ്റ പോർട്ടിംഗ് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇത് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.